ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയോട് സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ വായിക്കളം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണണം. അതായത് ദേവസ്വം ബോർഡിലേക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് LD ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിന് 113 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ മാസം ആദ്യ ദിവസം അല്ലെങ്കിൽ 1-ാം തീയതി തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. LD ക്ലർക്കിലേക്ക് 113 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അടുത്തിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പോർട്ടലിൽ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? രജിസ്റ്റർ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ദേവസ്വം ബോർഡുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി കഴിയൂ. സോ എങ്ങനെയാണ് പോർട്ടലിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, തുടർന്ന് LD ക്ലർക്കിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, കൂടാതെ ഈ LD ക്ലർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാരും, നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്ത് വളരെ തീവ്രമായിട്ട് തന്നെ നിങ്ങൾ ഈ പോസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. സോ നമുക്കെന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. മക്കളെ, ഇവിടെ നോക്കിക്കേ. ആദ്യം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വിജ്ഞാപനം വന്നിരിക്കുന്നതാണെങ്കിൽ ഇവിടെ നോക്കി, 2025 9-ാം മാസം 1-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണേ? കൂടാതെ എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? 113 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന് നൽകിയിരിക്കുന്ന പേരാണെങ്കിൽ LD ക്ലർക്ക് അഥവാ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്നാണ്. സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്നാണ്. സോ ഇവിടെ ഹിന്ദു മതത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ അപേക്ഷ നൽകുവാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ക്ലിയർ ആണ്? ഇനി ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ LD ക്ലർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് അടിസ്ഥാന കാര്യങ്ങളിലോട്ട് നമുക്ക് നോക്കാം. ഇവിടെ കാറ്റഗറി നമ്പർ ആണെങ്കിൽ, മക്കളെ, കാറ്റഗറി നമ്പർ ആണെങ്കിൽ 39/2025 എന്നാണ്. ഈ പോസ്റ്റിന് നൽകിയിരിക്കുന്ന പേര് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 അഥവാ LDC ക്ലർക്ക് എന്നാണ്. ഡയറക്റ്റ് ഉള്ള ഒരു നിയമനമാണ്. അതായത് തിരുവിതാംകൂർ ബോർഡിലൂടെ ബോർഡ് നടപ്പിലാക്കുന്ന ഒരു ഡയറക്റ്റ് നിയമനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇവിടെ നിയമനം നടക്കുന്നത്. ഈ വർഷം ആദ്യം തന്നെ നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് 36 വേക്കൻസികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കണ്ടതാണ്. എക്സാം ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നല്ലൊരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ജോലി തന്നെയാണ് LD ക്ലർക്ക് ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഇനി നടക്കുവാൻ വേണ്ടി പോകുന്നത്. മക്കളെ, ഇവിടെ ഇതിൻ്റെ സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ്. സാലറി സ്കെയിൽ 26,500 മുതൽ 60,700 രൂപ വരെയാണ്. ഇനി നമുക്ക് യോഗ്യതയിലോട്ട് കിടക്കാം. യോഗ്യതയായിട്ട് പറയുന്നത്, മക്കളെ, വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യം, +2 അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ വേണ്ടതാണ്. മക്കളെ, ഒന്ന് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ തന്നെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടതാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഒഴിവാ? 113 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമനമാണെങ്കിൽ ബോർഡ് ഡയറക്റ്റ് ആയിട്ടാണ് നിയമനങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് 113 വേക്കൻസികൾ LD ക്ലർക്കിന് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രായപരിധി അല്ലെങ്കിൽ ഏജ് ലിമിറ്റേഷൻ ആണെങ്കിൽ 18 മുതൽ 36 വരെയാണ്. 18 മുതൽ 36 വരെയാണ്. അതായത് 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഇവിടെ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി കഴിയുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫീസിലോട്ട് കിടക്കാം. മക്കളെ, നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫീസായിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ SC/ST കാറ്റഗറി ആണെങ്കിൽ 250 രൂപയാണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 250 രൂപ. OBC അതുപോലെ ജനറൽ
കൂടാതെ EWS എന്നീ കാറ്റഗറി ആണെങ്കിൽ 500 രൂപയാണ് നൽകേണ്ടത്. അപ്പോൾ ഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫീസ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോർട്ടലിൽ ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ LDCക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന അവസാന സ്റ്റേജിലാണ് അവിടെ ഒരു ഗേറ്റ് വേ കാണാൻ കഴിയും, പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഗേറ്റ് വേ കാണാൻ കഴിയും. ആ ഗേറ്റ് വേ മുഖേനയാണ് നിങ്ങളുടെ ഈ ഒരു ഫീസ് നിങ്ങൾ അവിടെ അടയ്ക്കേണ്ടത്. ഞാൻ വരുന്ന സ്ലൈഡുകളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും. സോ നിങ്ങളിവിടെ നിലവിൽ മനസ്സിലാക്കേണ്ടത് SC/ST കാറ്റഗറിക്കാണെങ്കിൽ 250 രൂപ, OBC ജനറൽ EWS കാറ്റഗറിക്കാണെങ്കിൽ 500 രൂപയാണ് ഫീസായിട്ട് ഇവിടെ നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മക്കളെ ഈ മാസം 30-ാം തീയതി വരെയാണ്, 9-ാം മാസം 30-ാം തീയതി വരെയാണ്. ഇത് അർദ്ധരാത്രി 12 മണി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അതിന് മുന്നേ തന്നെ എത്രയും വേഗം തന്നെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. അവസാന തീയതികളാകുമ്പോൾ സെർവറൊക്കെ നല്ല ബിസി ആയിരിക്കും. സോ ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകും. നിങ്ങൾ നാളെ മുതലെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു വെബ് അഡ്രസ്സ് പറയുന്നുണ്ട്, അതായത് kdrb.kerala.government.in. ഈ ഒരു വെബ് അഡ്രസ്സ് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഗൂഗിളിൽ കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പോർട്ടൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് പോർട്ടലിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഈ ഹോം പേജിൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ പിന്നീട് വരുന്ന പേജ് ഇങ്ങനെ ആയിരിക്കും. വെൽക്കം ടു കാൻഡിഡേറ്റ് പോർട്ടൽ, കൂടാതെ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്. ഈ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഈ ഒരു പേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാറ്റഗറി ആണോ നിങ്ങളെന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. ഒന്ന്, നിങ്ങൾ ഇതുവരെയും ഈ പോർട്ടലിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം വിലയിരുത്തുക. ഇനി നിങ്ങൾ ഇവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാത്ത കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ഉദ്യോഗാർത്ഥികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു പ്രൊഫൈൽ ഇതുവരെയും ദേവസ്വം ബോർഡിൻ്റെ പോർട്ടലിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഓൾറെഡി നിങ്ങൾക്ക് പ്രൊഫൈലുണ്ട്, പഴയ ഈ ദേവസ്വം ബോർഡിൻ്റെ പോർട്ടലിൽ നിങ്ങളൊരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് പഴയ പോർട്ടലിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസുകളൊക്കെ ഇവിടെ ഒന്നുകൂടി വെരിഫിക്കേഷൻ ചെയ്യണം. ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ ഇവിടെ ചെയ്യേണ്ടതാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഓൾറെഡി നിങ്ങൾ ഈ ഒരു പുതിയ പോർട്ടലിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ഇവിടെ കൊടുത്ത് ക്യാപ്ച കൂടി ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോർട്ടലിലോട്ട് ഉള്ളിലോട്ട് പോകാൻ കഴിയും. അവിടെ നിങ്ങളുടെ ഡേറ്റാസൊക്കെ നിങ്ങൾ ഓൾറെഡി കൊടുത്തതാണ്. ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് LDCക്ക് അവിടെ അപ്ലൈ ചെയ്യുവാനും കഴിയുന്നതാണ്. സോ ഞാൻ ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ നിങ്ങൾ ഏതിൽ പെടും എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് പഴയ പോർട്ടൽ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ പോർട്ടലിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥി ഇവിടെ പുതിയ പോർട്ടലിൽ എങ്ങനെയാണ് വീണ്ടും ഡേറ്റാസുകൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കിടക്കാം. ഇവിടെ നോക്കിക്കേ, അതായത് പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥി ഇവിടെ എങ്ങനെയാണ് ഡേറ്റ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഈ വെരിഫിക്കേഷൻ എന്ന് കാണുന്ന പാർട്ടിലെ ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പേജ് ഇങ്ങനെയായിരിക്കും. സ്ക്രീനിൽ ഉദ്യോഗാർത്ഥി പഴയ പോർട്ടലിൽ കൊടുത്തിട്ടുള്ള ഈ യൂസർ നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ എന്നിവ രേഖപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് പഴയ പോർട്ടലിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിം എന്താണോ അത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ആ ഒരു പോർട്ടലിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. അവിടെ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് നമ്പറും ഇവിടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ തന്നെ പിന്നീട് പോകുന്ന ഒരു പേജ് ഇങ്ങനെയാണ്. അവിടെ ഡിഫോൾട്ടായിട്ട് തന്നെ നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമെയിൽ IDയും അതുപോലെ അവിടെ പഴയ പോർട്ടലിൽ നിങ്ങൾ നൽകിയ ആധാറിലെ നിങ്ങളുടെ പേരും അതുപോലെ ആധാറിൻ്റെ നമ്പറും ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. സോ ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക.
അതിനുശേഷം ഈ കാണുന്ന ഡിക്ലറേഷനിൽ ഒരു ടിക്ക് ചിഹ്നം കൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ വെരിഫൈ ചെയ്യുക, പഴയ ഡേറ്റാസുകളൊക്കെ കറക്റ്റാണ് എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുന്നതിനാണ് ഈ ഒരു പ്രോസസ്സ്. സോ ഇത് കൊടുത്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വരുന്ന പഴയ പോർട്ടലിൽ ഉദ്യോഗാർത്ഥി നൽകിയിട്ടുള്ള ഇമെയിൽ ID, നെയിം, ആധാർ നമ്പർ എന്നിവ കാണിക്കും. കൂടാതെ തന്നെ ആധാർ നമ്പർ ശരിയാണോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം വരുന്ന പേജ് ഇങ്ങനെയാണ്. അവിടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഓൾറെഡി ഇമെയിൽ വെരിഫൈ ചെയ്തു, ആധാർ നമ്പർ വെരിഫൈ ചെയ്തു, ആധാറിലെ പേര് വെരിഫൈ ചെയ്തു. ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി വെരിഫൈ ചെയ്യണം. ആ ഫോൺ നമ്പർ കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം വീണ്ടും വെരിഫൈ കൊടുക്കുക. നമ്പർ കൂടി ഒന്നുകൂടി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ നമ്പർ കൂടി രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പർ കൂടി ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം വരുന്ന പേജ് ആണെങ്കിൽ ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു OTP പോവുകയും ആ OTP ഈ പേജിൽ നൽകി നിങ്ങൾ വെരിഫൈ ചെയ്യുക. അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ വീണ്ടും വരുന്ന പേജ് ആണെങ്കിൽ, അതായത് പുതിയൊരു പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു പുതിയ പോർട്ടലിലേക്ക് ഒരു ഇമെയിൽ, അതായത് യൂസർ ID യും പാസ്വേഡും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അവിടെ ഒരു എന്താ പറയുന്നത്, പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ആ പാസ്വേഡ് ഇങ്ങനെയാണ്. ഇവിടെ നോക്കി, ഈ ഒരു സൈഡിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു മാനദണ്ഡമുണ്ട്. തൊട്ട് മുന്നേ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, ആധാറിലെ നെയിം, ആധാർ നമ്പർ കൂടാതെ മൊബൈൽ നമ്പറൊക്കെ കാണാൻ കഴിയും. ഈ ഡേറ്റാസുകളൊക്കെ ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ കാണുന്നത് കറക്റ്റാണോ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ഓൾറെഡി ആ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട മാനദണ്ഡമാണെങ്കിൽ കുറഞ്ഞത് 8 ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കും. കുറഞ്ഞത് എത്ര ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം? 8 ക്യാരക്ടർ എങ്കിലും. അതിൽ ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ഒരെണ്ണം സ്മോൾ ലെറ്റർ ആയിരിക്കണം, കൂടാതെ ഒരു നമ്പർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. entry@2025 എന്ന് കൊടുക്കാം. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, ഒരു സ്മോൾ ലെറ്റർ ഉണ്ട്, മിനിമം ഒരു സ്മോൾ ലെറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ സിമ്പൽ ഉണ്ട്, കൂടാതെ നമ്പറും ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. സോ ടോട്ടൽ 8 ഡിജിറ്റ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. സോ ഈ ഒരു മാനദണ്ഡത്തിൽ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യുക. ഇവിടെ ഒന്നുകൂടി കൊടുത്ത് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് വരുന്ന പേജ് ആണെങ്കിൽ ഇങ്ങനെയാണ്. ഓൾറെഡി നിങ്ങളുടെ ഇമെയിൽ ID യും ആധാറും അതുപോലെ ആധാറിലെ നെയിമും ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. തുടർന്ന് അതിന് തൊട്ട് മേളിൽ ഒരു ലോഗിൻ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ആ ലോഗിൻ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. സോ നിങ്ങളുടെ പഴയ ഡേറ്റാസുകൾ, അതായത് പഴയ പോർട്ടലിലെ ഡേറ്റാസുകളൊക്കെ പുതിയ പോർട്ടലിൽ ഓൾഡ് ഡേറ്റാസുകൾ വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നുകൂടി, അതായത് ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈലിലോട്ട് കയറണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് LD ക്ലർക്കിന് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രൊഫൈലിൽ വീണ്ടും കയറണം, പുതിയ പോർട്ടലിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറണം. അതിനുവേണ്ടി നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും, പുതിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും നിങ്ങളുടെ യൂസർ നെയിമും കൊടുത്ത് അവിടെ ക്യാപ്ച കൂടി ഫില്ല് ചെയ്ത് നിങ്ങൾ സൈനിങ് കൊടുക്കുക. സൈനിങ് കൊടുക്കുന്ന സമയത്ത് പോർട്ടൽ ചോദിക്കും, അതായത് നിങ്ങൾ തന്നെയാണോ കയറുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു OTP കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. അവിടെ സെൻഡ് OTP കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ OTP നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം വെരിഫൈ OTP കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോർട്ടലിലോട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. സോ ആ പ്രൊഫൈലിൽ കയറി പിന്നീട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി LD ക്ലർക്കിന് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ആപ്ലിക്കേഷൻ നൽകുക. ഇതാണ് പഴയ പോർട്ടലിൽ ഈ പറയുന്ന പ്രൊഫൈലുള്ള വ്യക്തികൾ പുതിയ പ്രൊഫൈലിൽ, അതായത് പുതിയ പോർട്ടലിൽ എങ്ങനെയാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്, തുടർന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കേസ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഉദ്യോഗാർത്ഥികളാണ്. അതായത് ഇതുവരെയും ഈ പറയുന്ന പോർട്ടലിൽ ഒരു പ്രൊഫൈൽ ഇതുവരെയും ക്രിയേറ്റ് ചെയ്യാത്ത പുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് വേണം ഒരു പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എന്തായാലും നോക്കാം. പോർട്ടലിൻ്റെ ഹോം പേജിലോട്ട് വരാം. ഹോം പേജിലോട്ട് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്ലൈ ഓൺലൈൻ. അതിൽ തന്നെ വീണ്ടും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കുക.
തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പുതിയ പേജ് ഇങ്ങനെയാണ് അല്ലേ. അവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷൻ, ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഈ സൈഡിലെ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കിയ കാൻഡിഡേറ്റ് മസ്റ്റ് കംപ്ലീറ്റ് എ വൺ ടൈം രജിസ്ട്രേഷൻ ബൈ പ്രൊവൈഡിങ് ദെയർ നെയിം, ആധാർ, കൂടാതെ ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ. സോ ഇത്രയും ഡേറ്റാസുകൾ നിങ്ങൾ കളക്ട് ചെയ്ത് കയ്യിന് മുന്നിൽ തന്നെ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അത് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് മുന്നേ പറഞ്ഞിരിക്കുന്ന വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന പേജ് ഇങ്ങനെയാണ്. അപ്പോൾ ആ പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാറിലെ നെയിം എന്താണോ, പേരെന്താണോ അവിടെ കൊടുക്കുക, ആധാറിൻ്റെ നമ്പർ എന്താണോ അത് കൊടുക്കുക, കൂടാതെ നിങ്ങൾ ഡിക്ലറേഷൻ്റെ ടിക്ക് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. ക്ലിയർ ആണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആധാറിൻ്റെ നമ്പറും കാണാൻ കഴിയും, ആധാറിലെ പേരും കാണാൻ കഴിയും. സോ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ആ ഒരു നിങ്ങൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ആധാറിൻ്റെ പേരും, ആധാറിലെ നിങ്ങളെ പേരും, ആധാർ നമ്പറും. തുടർന്ന് ഇമെയിൽ ഐ ഡി കൊടുക്കുക, നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ സൈൻ ഇൻ ചെയ്യേണ്ട നിങ്ങളുടെ പാസ്വേഡ് പുതുതായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് മുന്നേ ഞാൻ പാസ്വേഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന ഒരു മാനദണ്ഡം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേ മാനദണ്ഡത്തിൽ തന്നെ നിങ്ങളൊരു പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അതിനെ കൺഫേം പാസ്വേഡ് കൊടുത്ത് തുടർന്ന് ക്യാപ്ച കൂടി ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ആ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും. വെരിഫൈ കൊടുക്കുക, അതിനുശേഷം ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ആദ്യം വെരിഫൈ ചെയ്യുക, അതിനുശേഷം ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു നമ്പറിലേക്ക് ഒരു OTP പോവുകയാണ്. ആ ഒ ടി പി ഈ ഒരു ബോക്സിൽ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ക്ലിക്ക് ഹിയർ കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് OTP വന്നില്ല എന്ന് കരുതുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, വീണ്ടും റീസെൻഡ് OTP കൊടുക്കുക. ക്ലിയർ ആണ്. സോ നിങ്ങളുടെ നമ്പറിൽ ഒരു OTP വരും, OTP ഈ ഒരു ബോക്സിൽ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക, അതിനുശേഷം ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. തുടർന്ന് വരുന്ന പേജ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഒരു അലേർട്ട് മെസ്സേജ് ആണ്. തുടർന്ന് ഒരു ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുടർന്ന് പോകുന്ന പേജ് ആണെങ്കിൽ ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ, അതായത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രൊഫൈൽ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കണം, നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസുകൾ കൊടുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് കൊടുക്കണം. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ക്യാപ്ച കൂടി കൊടുത്തു കഴിഞ്ഞാൽ, സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് പോവുകയാണ്. അതിനു മുന്നേ നിങ്ങൾ തന്നെയാണോ കയറുന്നത് എന്ന് പോർട്ടൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP അയക്കാൻ പറയുന്നു. അവിടെ നിങ്ങൾ അത് OTP കൊടുക്കുകയാണെങ്കിൽ ആ OTP ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം വെരിഫൈ OTP കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് വരുന്ന പേജ് ഇങ്ങനെ ആയിരിക്കും. ഇതാ ഇവിടെ നോക്കിക്കേ. ഇനി ഈ ഒരു പോർട്ടലിൽ നിങ്ങൾ കൊടുക്കേണ്ട ഡേറ്റാസുകൾ എന്തൊക്കെയാണ് എന്ന്, ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഡേറ്റാസുകൾ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് 1 by 1 ആയിട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇൻസ്ട്രക്ഷൻസുകൾ നല്ലപോലെ വായിക്കുക. വേണ്ട ഡേറ്റാസുകളൊക്കെ ഓൾറെഡി കളക്ട് ചെയ്ത് കയ്യിൽ വെച്ചിട്ട് വേണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകേണ്ടത്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹോം എന്ന് പറയുന്ന ഒരു സൈഡ് കാണാൻ കഴിയും. അതിന് തൊട്ട് താഴെ മൈ പ്രൊഫൈൽ നിങ്ങൾ ചൂസ് ചെയ്യുക. കുറച്ചും കൂടി ഞാൻ വലുതാക്കി കാണിച്ചു തരാം. മൈ പ്രൊഫൈൽ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജ് ഇങ്ങനെ ആയിരിക്കും. പേഴ്സണൽ ഡേറ്റാസ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. അവിടെ പൂർണ്ണമായിട്ടുള്ള പേര് കൊടുക്കുക. പിന്നീട് ഇവിടെ നിങ്ങളുടെ പേര് മലയാളത്തിൽ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, തുടർന്ന് നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. സോ ഇവിടെ ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ വേർഡ്സിൽ തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. പിന്നീട് നിങ്ങളുടെ വയസ്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മാതൃഭാഷ, നമ്മുടെ മദർ ടങ് ഏതാണോ, നിങ്ങളുടെ മദർ ടങ് ഏതാണോ അത് കൊടുക്കുക. സിറ്റിസൺഷിപ്പ് കൊടുക്കുക. എന്താണോ ഡേറ്റാസുകൾ പറയുന്നത് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആധാർ നമ്പർ, കാറ്റഗറി, നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ്, കൂടാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംവരണത്തിന് അർഹനാണോ അല്ലയോ എന്ന് നിങ്ങൾ കൊടുക്കുക. പിന്നീട്
നിങ്ങൾ ഇതിനു മുന്നേ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും ജോലി ചെയ്ത വ്യക്തികളാണോ എന്നൊരു ചോദ്യമുണ്ട്, അതിന് നിങ്ങൾ എസ് ഓർ നോ കൊടുക്കുക. എക്സ് സർവീസ് മാൻ ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്, അതിന് ആൻസർ ചെയ്യുക. കൂടാതെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളാണോ എന്ന് നിങ്ങൾ അവിടെ ആൻസർ ചെയ്യുക. സോ പേഴ്സണൽ ഡേറ്റാസുകൾ കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. വേണ്ട ഡേറ്റാസുകളൊക്കെ നിങ്ങൾ കൊടുക്കുക. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടതാണെങ്കിൽ അപേക്ഷ അയക്കേണ്ട വിധങ്ങളാണ്. ഇനി കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക. ഒരുപക്ഷെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എങ്കിൽ ഇവിടെ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന ആവശ്യമില്ല. ഓക്കെ, രണ്ടും രണ്ടാണെങ്കിൽ നിങ്ങളവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജ് ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസ് ഒക്കെ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസുകളൊക്കെ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അതായത് ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി നല്ലപോലെ വായിക്കുക. കൊടുത്തിരിക്കുന്ന ഡേറ്റാസുകൾ കറക്റ്റാണോ അല്ലയോ എന്ന് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷമാണ്. സോ അത്തരം കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇനി പോകേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസുകൾ കൊടുക്കുക എന്നതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ കൊടുക്കുക എന്നതാണ്. സോ അവിടെ അതിനു മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്. പേഴ്സണൽ ഡേറ്റാസിൽ തന്നെ അത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഈ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫോട്ടോ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ എന്നാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് മുന്നേ ഉള്ള 3 മാസത്തിനിടയിൽ, ഇൻ ബിറ്റ്വീൻ 3 മാസത്തിനിടയിൽ നിങ്ങൾ എടുത്തൊരു ഫോട്ടോ ആയിരിക്കണം. അതിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം. നിങ്ങളുടെ ഫോട്ടോയിൽ അതിന് തൊട്ട് താഴെ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം. അതുപോലെ ഈ ഫോട്ടോ എടുത്തിരിക്കുന്ന ഡേറ്റും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണ്? അത് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക. അതിനുശേഷം ചെയ്യേണ്ടതാണെങ്കിൽ ഈ ഫോട്ടോ അപ്ലൈ ചെയ്യേണ്ട സൈസാണ് പറയുന്നത്. മാക്സിമം പോയാൽ ഇത് 30 KB ഉള്ള ഒരു സൈസ് ഉള്ള ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങളിവിടെ എന്ത് ചെയ്യേണ്ടത്? അപ്ലോഡ് ചെയ്യേണ്ടത്. അതും JPG ഫോർമാറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. JPG എന്നാണ്, JPG ഫോർമാറ്റിലാണ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം പോയാൽ ഇതിൻ്റെ എന്താണ് സൈസ് എന്ന് പറയുന്നത് 30K ആണ്. കൂടാതെ ഇതിൻ്റെ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ 150 വിട്ടും അതുപോലെ തന്നെ 200 ഹൈറ്റുമാണ്. 150 വിട്ടും അതുപോലെ തന്നെ 200 ഹൈറ്റുമാണ്. 300 KB അധികം വരാൻ പാടില്ല. മാക്സിമം പോയ 300 KB ആണ്. JPG ഫോർമാറ്റിലാണ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അപ്ലോഡ് എന്ന് പറയുന്ന ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ വരുന്നതായിരിക്കും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഈ ഭാഗത്ത് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ സിഗ്നേച്ചറിലോട്ട് വരിക. സിഗ്നേച്ചർ ഒരു പേപ്പറിലൊക്കെ ഇട്ട് സൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ നേരെ റീസൈസർ എന്ന് പറയുന്ന ഓൺലൈനിലെ ഇമേജ് റീസൈസർ എന്ന് പറയുന്ന ഒരു ടൂളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ അതിൻ്റെ സൈസും അതിൻ്റെ ഡയമെൻഷൻസൊക്കെ ഈ പറയുന്ന മാനദണ്ഡത്തിലോട്ട് കൊണ്ടുവരാൻ കഴിയും. സോ ഇവിടെ സിഗ്നേച്ചറിൻ്റെ മാക്സിമം സൈസും 30 KB തന്നെയാണ്. എന്നാൽ ഇവിടെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 150 വിട്ടും കൂടാതെ 100 ഹൈറ്റുമാണ്. ഫോട്ടോയിൽ 200 ഹൈറ്റ് ആയിരുന്നു, സിഗ്നേച്ചറിൽ 100 ഹൈറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം നിങ്ങളിത് ശ്രദ്ധിക്കില്ല. നിങ്ങളിത് റീസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ 200 എന്ന് കരുതി സിഗ്നേച്ചറും റീസൈസ് ചെയ്യുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് അപ്ലോഡഡ് ആകില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 100 ഹൈറ്റാണ് ഇവിടെ ഹൈറ്റായിട്ട് പറയുന്നത്. അതുകൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഇവിടെ വരികയും നിങ്ങൾ എന്ത് ചെയ്യുക? തുടർന്ന് പിന്നീട് പോകേണ്ടതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. മകളെ, ഇവിടെ ആഡ് ന്യൂ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. സോ അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ലെവൽ എന്താണോ അത് കൊടുക്കുക, ക്വാളിഫിക്കേഷൻ എന്താണ് കൊടുക്കുക, അതുപോലെ തന്നെ കോഴ്സ് ടൈപ്പ് നിങ്ങൾ കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, ഇഷ്യൂയിങ് അതോറിറ്റി ഏതാണെന്ന് കൊടുക്കുക. നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ബോർഡാണോ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ആ ഒരു സർട്ടിഫിക്കേഷൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, നിങ്ങൾ പാസിംഗ് ആയിട്ടുള്ള വർഷം, അതുപോലെ ആ ഒരു മന്ത്, പിന്നീട് എന്താ പറയുന്നത് റിസൾട്ട് ക്ലാസിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് A ഗ്രേഡ് ആണോ B ഗ്രേഡ് ആണോ, നിങ്ങളുടെ മാർക്ക് ഏത് ഗ്രേഡാണോ എന്നൊക്കെ അവിടെ കൊടുക്കുക. പിന്നീട് പെർസെൻറ്റേജ് ഓഫ് മാർക്കും ഗ്രേഡും കൊടുത്തതിന് ശേഷം
നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. സോ ഇവിടെ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്ന് പറയുമ്പോൾ അത് PDF ഫോർമാറ്റിലാണ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടാതെ എന്താ പറയുന്നത്, ഫയൽ സൈസ് ലെസ് ദാൻ 1 MB, അതായത് ഫയലിൻ്റെ സൈസ് 1 MBക്കും താഴെയുള്ള ഒരു PDF ആയിരിക്കണം നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. 1 MBക്ക് മേലെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. 1 MBക്ക് താഴെയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സോ അവിടെ ഒരു ക്വാളിഫിക്കേഷൻ ആഡാകും. പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഹയർ ക്വാളിഫിക്കേഷൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അവിടെ ആഡ് ന്യൂ 1 എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ഓൾറെഡി കൊടുത്തതാണെങ്കിൽ 1 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ടെടുത്താൽ ഇവിടെ ആ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. വീണ്ടും ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ കൊടുത്ത് നിങ്ങളുടെ പുതിയ അല്ലെങ്കിൽ വീണ്ടുമുള്ള ക്വാളിഫിക്കേഷൻസുകൾ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റഡ് ആകും. ക്ലിയർ ആണ്? ഇനി നമുക്ക് നേരെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് അത് നമുക്ക് അവിടെ നിർത്താം. ഇനി നമുക്ക് ജനറൽ സർട്ടിഫിക്കറ്റിലോട്ട് പോകാം. ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി, നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. മക്കളെ, ഈ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് അവിടെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് തന്നെയാണ് കേട്ടോ. SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏജ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. സോ നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു ഏരിയയും അവിടെ കംപ്ലീറ്റഡ് ആകുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടതാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ബാക്കി കാണുന്ന എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും സർവീസ് ഡീറ്റെയിൽസും നമ്മുടെ ബോർഡ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോർഡ് ചോദിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങളുടെ ഹോം എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നോക്കിയേ, മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരിക. ഓക്കെ, മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡേറ്റാസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇത്രയും കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണാൻ കഴിയും, ഫോട്ടോ കാണാൻ കഴിയും, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും അവിടെ കാണാൻ കഴിയും. ഡേറ്റാസുകളൊക്കെ കറക്റ്റാണ് എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പോകേണ്ടതാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് പോവുക. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഡേറ്റാസുകളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇനി നിങ്ങൾ പോകേണ്ടതാണെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിലോട്ടാണ്. എന്തിനാ? നമ്മുടെ ഈ LD ക്ലർക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി അപ്ലൈ ചെയ്യുക. സോ ഇനി നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. നോട്ടിഫിക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, അവിടെ നോക്കി 39/2025 LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ്. ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 9/30/2025 നിങ്ങൾ ചെക്ക് എലിജിബിലിറ്റി നോക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ചെക്ക് എലിജിബിലിറ്റി ആണ്. മക്കളെ, അവിടെ ചോദിക്കും, അതായത് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പ്ലീസ് എൻഷുർ യുവർ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ വൺസ് യു പ്രൊസീഡ് വിത്ത് സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു എഡിറ്റ് യുവർ പ്രൊഫൈൽ. നിങ്ങളിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇതിൽ പറയുന്ന ഡേറ്റാസുകളൊന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പേഴ്സണൽ ഡേറ്റാസും എഡ്യൂക്കേഷണൽ ഡേറ്റാസും അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ തെളിയിക്കുന്ന ആ ഡേറ്റാസുകളൊക്കെ കൃത്യമാണ് എന്ന് ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്റിന് വേണ്ടി ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുമ്പോൾ ഒരു വാർണിംഗ് മെസ്സേജ് വരും. അവിടെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകും, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നുകൂടി കാണിക്കും. 10th ലെവൽ +2 സയൻസ് എന്നൊക്കെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എന്താണോ അത് കാണിക്കും. അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കുക. മകളെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണെങ്കിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കാണാൻ കഴിയും, കാറ്റഗറി കാണും. കൂടാതെ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെ 39/2025 ലോവർ ഡിവിഷൻ ക്ലർക്ക് ട്രാവൻകൂർ ദേവസ്വം എന്നായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ 39/2025 ലോവർ ഡിവിഷൻ ക്ലർക്ക് ട്രാവൻകൂർ ദേവസ്വം എന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലാംഗ്വേജ് പ്രിഫറൻസ് നിങ്ങൾ ചൂസ് ചെയ്യുക. മലയാളമാണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡയാണെങ്കിൽ കന്നഡ. അതിനുശേഷം ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൂടി ചെയ്യുക. ഈ സ്ഥാപനത്തിന് അപേക്ഷിക്കാൻ നിങ്ങൾ അർഹനാണോ? യെസ് എങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക, എന്നിട്ട് റിമാർക്ക് കൊടുക്കുക.
അതായത് നോ ആണെങ്കിൽ നിങ്ങൾ റിമാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. രണ്ടാമത്തെ ചോദ്യം, താങ്കളെ ഏതെങ്കിലും കുറ്റത്തിന് കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, റിമാർക്ക് കൊടുക്കുക. നോ ആണെങ്കിൽ കുഴപ്പമില്ല, അത് വിട്ടേക്കുക. ആ റിമാർക്കൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ചോദ്യമാണെങ്കിൽ, താങ്കളെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും പിരിച്ചു വിട്ടതാണോ? എസ് എങ്കിൽ എസ് കൊടുക്കുക, നോ എങ്കിൽ നോ. നോ ആണെങ്കിൽ എസ് ആണെങ്കിൽ അവിടെ റിമാർക്ക് കൊടുക്കുക. പിന്നീട് അതിനുശേഷം താങ്കളെ ഏതെങ്കിലും KDRB ഡീബാർ ചെയ്തിട്ടുണ്ടോ? അതായത് ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും എക്സാം നിങ്ങൾ ഡീബാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. എസ് ആണെങ്കിൽ അതിൻ്റെ റിമാർക്ക് കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ, ഇവിടെ നോക്കിക്കേ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ ഒരു പ്രൊസീഡ് കാണും. അവിടെ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യണം. അത് സബ്മിറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും. അതിനുശേഷം നിങ്ങൾ വരുന്നത് ഈ ഒരു പേജിലോട്ടാണ്. ഓക്കെ, ആ ഒരു പേജിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും കാണാൻ കഴിയുന്നത് കേട്ടോ. ഇതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ മറ്റൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് കാണാൻ കഴിയുന്നത് ഹാവ് യു മസ്റ്റ് ഹാവ് ദ കമ്പ്യൂട്ടർ നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. കാര്യം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ പറയുന്നുണ്ടല്ലേ, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ രണ്ടാമത്തെ മാനദണ്ഡമായിട്ട് പറയുന്നത്. സോ അവിടെ യെസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് കൊടുക്കുക. പിന്നീട് വരുന്ന പേജ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. നിങ്ങളുടെ ഫോട്ടോ കാണാൻ കഴിയും, നിങ്ങളുടെ സിഗ്നേച്ചർ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന പേര് എന്താണോ അത് നിങ്ങളിവിടെ കൊടുക്കുക. അതിനുശേഷം ഫോട്ടോയിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം ഡേറ്റ് എന്താണോ അതൊന്നുകൂടി ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡിക്ലറേഷനിൽ ഇവിടെ ടിക്ക് എല്ലാം നൽകാൻ ശ്രമിക്കുക. അതിനുശേഷം അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്ലൈ നൗ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് വീണ്ടും കാണിക്കും. ഇവിടെ നോക്കിക്കേ, കാറ്റഗറി, പോസ്റ്റ്, നെയിം, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ്, ഏത് ദേവസ്വം ബോർഡിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതെല്ലാം ഇതിന് നേരെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ പോസ്റ്റ് അപ്ലൈഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നതാണ്, സ്കിൽസുകൾ ഇവിടെ കൊടുക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ കാണുന്നത് ഇതിന് നിങ്ങൾ എത്രയാണോ ഫീസ് കൊടുക്കേണ്ടത് എന്നാണ്. 500 രൂപയാണെങ്കിൽ OBSC, അതുപോലെ തന്നെ ഈ ജനറൽ കാറ്റഗറി EWS ആണെങ്കിൽ 500 രൂപ, SC ST ആണെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ റിലീജിയനൊക്കെ കൊടുക്കുന്ന സമയത്ത്, കാസ്റ്റും റിലീജിയനൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ എമൗണ്ട് കാണിക്കുന്നതായിരിക്കും. സോ നിങ്ങളിവിടെ സേവ് കൊടുക്കുക. ഇവിടെ ഡിക്ലറേഷൻ ടിക്കിട്ടതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പോകുന്നതാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിക്ലറേഷൻ ഇവിടെ നമ്മൾ ടിക്കിടുമ്പോൾ ഡിഫോൾട്ടായിട്ടെല്ലാം അങ്ങ് സെറ്റാവും. അതായത് പിന്നീട് നിങ്ങൾക്ക് അതൊന്നും ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. അതിനുശേഷം പ്രൊസീഡ് ടു പേ കൊടുക്കുക. പ്രൊസീഡ് ടു പേ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഗേറ്റ് വേ കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് കാണിക്കുന്നത് ഈസ് ബസ് എന്ന് പറയുന്ന ഗേറ്റ് വേ ആണ്. നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഗേറ്റ് വേ കാണിക്കുന്നുണ്ട്, ആ ഗേറ്റ് വേ ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, UPI ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ്ങും വാലറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഫ്ലെക്സിബിൾ, നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടി ചെയ്യാൻ കഴിയുന്നത് അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഹോം പേജിലോട്ട് വരും. ഹോം പേജിലോട്ട് വന്ന് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ, ആ ഒരു പേജ്, രണ്ടാമത്തെ പേജിൽ നോട്ടിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതായത് 39/2025 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ ഒരു പച്ച കളറായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണുക. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ക്ലിയറാണ്? ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. പുതിയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നാളെ ഇതുവരെയും നിങ്ങൾ ഈ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഈ ഒരു പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഴയ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പുതിയൊരു പോർട്ടലിൽ നിങ്ങൾക്ക് എന്തായാലും യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടി കൊടുത്ത് ക്യാപ്ച കൂടി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അടുത്ത പേജിൽ നോട്ടിഫിക്കേഷൻ എടുത്ത് അവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. സോ ഞാൻ 3 കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ വീണ്ടും മനസ്സിലാകാത്ത പോർഷൻ ആണെങ്കിൽ വീണ്ടും ഒന്ന് വീഡിയോ കണ്ടു തീർക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക മക്കളെ. അപ്പോൾ എല്ലാവരും
ഒന്നുകൂടി ഓർക്കുക, ഈ മാസം അവസാനം 30-ാം തീയതിയാണ് നമ്മുടെ അവസാന ഡേറ്റ്. സോ ഓൾറെഡി കോഴ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജോലി നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. ഞാൻ പലപ്പോഴും ഉദ്യോഗാർത്ഥികളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. പിന്നീട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് ഒരു റിസൾട്ട് ഫൈനലി ഉണ്ടായിരിക്കും, അതിലൊരു സംശയവുമില്ല. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ.